നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് പറയേണ്ടതാ. ഇന്നുവരെ ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഭാവന ഇപ്പോ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. എന്നാൽ അതൊന്ന് കണ്ടുപിടിക്കണം. ഭാവനയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായിക്കാനേ നോക്കൂ. സേതുവേട്ടൻ വീട്ടിൽ പോയി ആന്റിയും അയച്ചു വിട്ടെന്ന് ആലോചിക്കുക. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറ. അവരെല്ലാവരും എൻ്റെ വരവും കാത്തിരിക്കുക. അവരുടെ വിചാരം സൂര്യൻ ഭാവന നമ്മൾ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ അതിന് പരിഹാരം കാണും സേതുവേട്ടൻ. ഇനി അതേ ഉള്ളൂ സേതുവേട്ട മാർഗം. ഓക്കെ, ശരി. എടാ, നിനക്ക് എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലെന്ന് നീ കള്ളം പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഭാവന സ്വയം പിന്മാറാൻ തുടങ്ങി. അതിന്റെ ലക്ഷണം എന്റെ മോന്റെ ഈ വെള്ളം കുടി. എന്താടാ? എന്താണെങ്കിലും ഈ അമ്മയോട് പറ. ഭാവനയ്ക്ക് ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ടമ്മേ. മനസ്സിലായില്ല. ഭാവന എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണമ്മേ എന്നോട് പെരുമാറുന്നത്. എന്താടാ ഇത്? നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. അവൾ അങ്ങനെ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് മറ്റൊരു വിധത്തിൽ പെരുമാറില്ല. ഞാൻ ഈ പറഞ്ഞ സത്യം അമ്മേ. ഇന്ന് ഞാൻ കണ്ടത് ഇതുവരെയുള്ള ഭാവനയെ അല്ല. എന്തൊക്കെയാടാ നീ പറയുന്നേ? ഭാവന നിന്നോട് എന്ത് കാണിച്ചെന്നാ? നിങ്ങൾ ഇവിടുന്ന് സന്തോഷത്തോടെയാണല്ലോ പോയത്. അവൾ എന്നെ ബുദ്ധിപൂർവ്വം വീട്ടിലേക്ക് കൊണ്ടുപോയതമ്മേ. എന്തിന്? നിനക്ക് അവളോട് ചോദിച്ചൂടായിരുന്നോ? അതിന്റെ ഒന്നും ആവശ്യം വന്നില്ലമ്മേ. അതിനു മുമ്പ് തന്നെ അവള് പറയാനുള്ളത് പറഞ്ഞു. പറയാനുള്ളത് പറഞ്ഞെന്നോ? മനസ്സിലായില്ല. ഭാവനയ്ക്കിപ്പോ ഈ കല്യാണം വേണ്ടെന്നാ പറയുന്നത്. എന്താ എന്താ നീ പറഞ്ഞത്? അതെ അമ്മേ, അവൾക്കിപ്പോ ഈ വിവാഹത്തിന് താല്പര്യമില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അവക്ക് എന്താ സമനില തെറ്റിയോ? ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാ ഉള്ളത്? ഒന്നുമില്ലെങ്കിലും അവള് നീ താലി കെട്ടിയ പെണ്ണല്ലേ? ഇതൊക്കെ നമുക്ക് പരസ്പരം പറയാം. എന്തായാലും വീൽ ചെയറിൽ നിന്നൊരു മോചനം കിട്ടിയിട്ട് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്ന അവള് പറയുന്നത്. സത്യം പറ, നിങ്ങൾ തമ്മിൽ സംസാരം വല്ലതും നടന്നോ? ഇല്ലമ്മേ, ഞാനൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്നാ അവൾ ഇങ്ങനൊരു തീരുമാനം പറഞ്ഞത്. അപ്പോ ഗായത്രി സേതു ഒന്നും ഒരഭിപ്രായവും പറഞ്ഞില്ലേ? അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ലമ്മേ. ഓഹോ, അപ്പോ അവള് നിന്നോട് മാത്രമേ പറഞ്ഞോളൂ. സാരമില്ല, അറിയിക്കേണ്ടവരോട് ഈ അമ്മ തന്നെ അറിയിച്ചോളാം. അല്ല, ഇത്രനാളും നിന്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണമെന്ന് നിനക്ക് ചോദിച്ചൂടായിരുന്നോ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചമ്മേ. എല്ലാത്തിനും അവൾക്ക് അവളുടേതായ മറുപടി ഉണ്ടായിരുന്നു. അമ്മേ, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങളെയൊക്കെ വെറുപ്പിച്ച് അവളെ താലി കിട്ടിയത് ഉപേക്ഷിക്കാനല്ല. അതുകൊണ്ട് എനിക്ക് അവളെ തിരികെ വേണം അമ്മേ. നീ സമാധാനപ്പെട്. ഭാവനെ നിനക്കറിയില്ലേ? നീ ഇല്ലെങ്കിൽ അവളില്ല മോനെ. ഇതെന്തോ ആവേശത്തില് പറയുന്നതാവും. 2 ദിവസം കഴിയുമ്പോ അവള് തിരികെ വന്നോളും. ഇല്ലമ്മേ, അവളിനി ഇവിടേക്ക് വരില്ല. അത്രയ്ക്ക് സീരിയസ് ആയിട്ട് അവള് സംസാരിച്ചത്. അമ്മയുടെ അസുഖവും അവളെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭാരമായി തുടരാൻ അവൾക്കാവില്ലെന്നും പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കെ. ഇപ്പൊ തന്നെ അവളെ പോയി കണ്ട് സംസാരിക്കാം. ഞാൻ സംസാരിച്ചാൽ അവക്ക് എതിരൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പോയി അവളോട് സംസാരിക്കാം. അങ്ങനെ അവളെ തള്ളിക്കളയാൻ ഒക്കില്ലല്ലോ. അതിനല്ലല്ലോ നീ അവളെ താലി കെട്ടി ഇത്രയും ദിവസം ഇവിടെ താമസിപ്പിച്ചത്. മറ്റെന്ത് ഞാൻ സഹിക്കുമേ? ഭാവന എന്നോടൊപ്പം ഇല്ലെങ്കിൽ എനിക്കത് സഹിക്കാനാവില്ല. ഇല്ല മോനെ,
ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ അവളെ ഇവിടുന്ന് ഓടിക്കാനായിരുന്നു. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ഇനി ഞാൻ തന്നെ എങ്ങനെയാടാ അവളെ വിളിച്ചോണ്ട് വരുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ വിളിച്ചാൽ അവള് വരുമോ? ഒരിക്കലും വരില്ല. കാരണം അവക്കിപ്പോ വലുത് നിന്റെ ജീവനാ. എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, എന്റെ മോന് വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ അവളെ പോയി കണ്ട് സംസാരിക്കാം. എങ്ങനെയും അവളെ കൂട്ടിക്കൊണ്ടുവരാനും നോക്കാം. എടാ, നീ വിഷമിക്കാതെ. മനസ്സിനെന്തോ വിഷമം തട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാ അവൾ ആരോടും ഒന്നും മിണ്ടാതെ പോയത്. സാരമില്ലെന്നേ, നമുക്ക് അവളെ കൊണ്ടുവന്നാ പോരെ. ആ കാര്യം ദേ നീ ഈ അമ്മയ്ക്ക് വിട്ടേക്ക്. നീ കൂടെ വന്നോ, നമുക്ക് ഒരുമിച്ച് പോവാം. ഇല്ലമ്മേ, അമ്മ മാത്രം പോയാൽ മതി. അവൾക്ക് എന്താ പറയാനുള്ളത് നോക്കാലോ. ആ അതെ, അച്ഛൻ വരുമ്പോ നീ കാര്യം പറഞ്ഞാ മതി. അപ്പോഴേക്ക് ഞാൻ തിരിച്ചു വരാം. ശരി അമ്മേ. അരുന്ധതി, ചേച്ചി ഞങ്ങളോട് പോർക്കണം ചേച്ചി. ചേച്ചിയുടെ മനസ്സിലെ വിഷമം എനിക്കറിയാം. എന്താ അരുന്ധതി? എനിക്കൊരു വിഷമവുമില്ല. നിങ്ങളൊക്കെ എന്നും സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി. ഭരതേട്ടന് മെഡിക്കലിന്റെ ലെറ്റർ വന്നപ്പോ ഭാവനേച്ചിയോട് പറയാത്തത് തെറ്റല്ല. ഭരതേട്ടന് പറ്റിപ്പോയതാ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. അതൊന്നും സാരമില്ല. ഞാൻ അതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല. ചേച്ചി കാര്യമാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സൂര്യേട്ടൻ എന്നെ ചോദ്യം ചെയ്തത്? സൂര്യോ? എപ്പോ? ഞാൻ അറിഞ്ഞിട്ടില്ല. വേണ്ട ചേച്ചി, ചേച്ചി പരാതി പറയാതെ സൂര്യേട്ടൻ ഈ കാര്യം അറിയില്ലല്ലോ. എന്താടാ, നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എനിക്ക് നിന്നോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ എന്തിനാ സൂര്യെ കൊണ്ട് പറയിപ്പിക്കുന്നത്? എടാ, ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാടാ ചെയ്തേ? അതുകൂടെ നീ പറ. അതിനെക്കുറിച്ചൊന്നും ചേച്ചി ഇപ്പൊ പറയണ്ട. ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. എനിക്കെന്നല്ല, ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ ആരും തള്ളി കളഞ്ഞിട്ടൊന്നുമില്ല. ഭരതേ, നീ വിചാരിക്കുന്നതൊന്നും അല്ല ജീവിതം. അത് നീ ആദ്യം മനസ്സിലാക്ക. ചേച്ചി, എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതും ഞാൻ നിർബന്ധിച്ചിട്ടാ ഭരതേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായത്. നമ്മുടെ അവസ്ഥയൊന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേണ്ടത്. എല്ലാവർക്കും അവരുടെ സ്വന്തം കാര്യം തന്നെ വലുത്. എന്താടാ, ഇവിടെ ആരാ സ്വന്തം കാര്യം മാത്രം നോക്കുന്നേ? ഇപ്പൊ തന്നെ ചേച്ചിയുടെ കല്യാണം ആഡംബരമായിട്ട് നടത്തുന്നതിനെ കുറിച്ച് അവിടെ ചർച്ച. അതിനൊക്കെ വലിയ കാര്യമുള്ളതാണോ? ഭരതേട്ടാ, ഈ വിഷയം നമ്മൾ ഇപ്പൊ സംസാരിക്കണ്ട. പറയട്ടെ, അവൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയട്ടെ. ജയനിർമ്മലാൻറ്റി ഇവിടെ വന്ന് ചെലവുകളെല്ലാവരും ഏറ്റെടുക്കാന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ അഭിമാനത്തിനനുസരിച്ച് വിവാഹം നടത്തണ്ടേ? സമയമാകുമ്പോൾ ഒരു കാലം മാറും. ചെലവുകളെല്ലാം നമ്മൾ തന്നെ വഹിക്കേണ്ടിയും വരും. എന്താടാ, നിർത്തിയോ? എങ്കിൽ എനിക്ക് സംസാരിക്കാനാ. ഞാൻ പറഞ്ഞതിൽ എന്തിനും തെറ്റുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞാൽ മതി. ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ ഒരു കല്യാണം നടത്താനുള്ള ഗതി ഈ കുടുംബത്തിനുണ്ടോ? അഥവാ നടത്തിയാൽ തന്നെ അതിനുള്ള ചെലവാരും വഹിക്കും.